നശിപ്പിക്കും ഞാനല്ല. കാണിച്ചു കൊടുക്കാം ആ ജയശങ്കറിന് ഞാൻ ആരാന്ന്. പരാതി കൊടുത്തല്ലേ അയാളുടെ നാശത്തിനാണ് അയാൾ അങ്ങനെ ചെയ്തത്. മാഡം, ആ സ്വാമി വരുന്നു. എന്താടോ തന്റെ സാറിനെന്താ പറ്റിയത്? നശിക്കാൻ തീരുമാനിച്ച അയാള്. കളക്ടർക്ക് കൊടുത്ത പരാതി മര്യാദയ്ക്ക് പിൻവലിച്ചോണം, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാലോ. സാറ് മനസ്സാവാചം ഒന്നും അറിഞ്ഞതല്ല മാഡം. ആ മരുമോനും സിദ്ധു വക്കീലും കൂടിയാണ് എല്ലാം ഒപ്പിച്ചത്. ആരൊപ്പിച്ചതാണെങ്കിലും എനിക്കെതിരെയാണല്ലോ പരാതി. എനിക്കത് സഹിക്കാൻ പറ്റില്ല. പരാതി പെട്ടെന്ന് പിൻവലിച്ചില്ലെങ്കിൽ അയാളുടെ മകളുടെ സ്വഭാവം നാട്ടുകാരറിയും. പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും രണ്ടിനും. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. ജയശങ്കർ സാർ ഒരു പാവം എന്നിട്ടാണോ കളക്ടർക്ക് കൊണ്ടുവന്ന് പരാതി കൊടുത്തത്? എനിക്ക് കാശ് തരാനുള്ളത് കൊണ്ടല്ലേ ഞാൻ ആ വീടെടുത്തത്. കാശ് തന്നില്ലെങ്കിൽ വീടെടുക്കാമെന്ന് അയാൾ എഴുതി തന്നതല്ലേ. ഒരുപാട് അവധി ഞാൻ കൊടുത്തതല്ലേ. എന്നിട്ട് അയാൾ തിരിച്ചു തന്നോ? എന്നിട്ടിപ്പോ ഞാൻ വീട് കയ്യേറിയുന്നു. പറഞ്ഞല്ലോ മാഡം, എല്ലാം നിരഞ്ജൻ സാറ് ചെയ്തതാ. തനിക്കറിയാലോ, ഒരുപാട് തവണ തോറ്റവളാ ഞാൻ. ഇനി തോക്കാൻ എനിക്ക് മനസ്സില്ല. ആ വീട് ഞാൻ ഒരു കാരണവശാലും തിരിച്ചു തരില്ല. അതെനിക്ക് വേണം. നാറാൻ തയ്യാറായിട്ടിരുന്നോളാം പറ അയാളോട്. ഞാൻ സംസാരിക്കാം മാഡം. സംസാരിച്ചാ പോരാ, സമ്മതിപ്പിക്കണം. അല്ലെങ്കിൽ തങ്കച്ചിയുടെ തനി നിറം അയാൾ കാണും. നശിപ്പിക്കുന്നു ഞാൻ പറഞ്ഞ നശിപ്പിക്കും. ചെന്ന് പറഞ്ഞേക്ക്.